പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, രണ്ടാം സെമസ്റ്റർ ബികോമിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2 എന്ന സബ്ജക്റ്റിലെ ഹയർ പർച്ചേസ് എന്ന ടോപ്പിക്ക് നമുക്ക് ഇന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഹയർ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹയർ പർച്ചേസ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താണ് ഹയർ പർച്ചേസ്, അതുപോലെ തന്നെ ഡൗൺ പേയ്മെന്റ്, ക്യാഷ് പ്രൈസ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ 2 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാമെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പരീക്ഷ ഇനിയിപ്പം 2 ദിവസങ്ങൾ കൊണ്ട് പരീക്ഷ നടക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് നമുക്ക് അതിന്റെ 1-2 പ്രോബ്ലം നമുക്ക് പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 2 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത്തരത്തിൽ ചെറിയ കാര്യങ്ങൾ. പിന്നീട് ചോദിക്കുന്ന 5 മാർക്കിന്റെ പ്രോബ്ലം ചോദിക്കാം. അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻ ചെയ്യാം. തിയറി ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത് ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെന്റും തമ്മിലുള്ള വ്യത്യാസം. അത് പല കുട്ടികൾക്കും അത് ഇതിനകത്ത് കുറെ പോയിന്റുകൾ കാണുമ്പോൾ ഇത് ഏതൊക്കെയാണ് എഴുതി വെക്കേണ്ടതെന്ന് സംശയം വരാം. പക്ഷെങ്കില് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ അതിന്റെ ഡിഫറൻസ് എഴുതുന്ന സമയത്ത് ഒരു ടേബിളൊക്കെ വരച്ച് ഒരു ബോക്സ് ആക്കി തന്നെ എഴുതണം. എഴുതുന്ന സമയത്ത് അവിടെ നിങ്ങൾ എഴുതേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയ പോയിന്റ്. അതായത് ഹയർ പർച്ചേസിൽ ഒരു ഓണർക്ക് അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് കിട്ടുന്നത് എപ്പോഴാണ്? അത് അതേ സമയത്ത് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിലാണെങ്കിൽ ആ ഓണർഷിപ്പ് എപ്പോഴാണ് കിട്ടുക? ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടൊരു പോയിന്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ എഴുതുക. ഹയർ പർച്ചേസ് ഇന്നതാണ്, ഇൻസ്റ്റാൾമെന്റ് ഇന്നതാണ് എന്നൊക്കെ മീനിങ് ഒക്കെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ടൊക്കെ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു ബോക്സ് ഒക്കെ വരച്ച് 2 സൈഡിലായിട്ടൊക്കെ എഴുതണം. നമുക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റും. ഇതിനകത്തെ ഈ ഡിഫറൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് ആയിട്ട് അധ്യാപകർ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്കറിയാം, ഒരു സെയിൽ ആണെങ്കിൽ നമുക്കറിയാം സാധനം കൊടുത്ത് പൈസ വാങ്ങിച്ചു അല്ലെങ്കിൽ സാധനം കൈമാറുന്നത്, അതായത് നമ്മുടെ പൊസഷൻ കൈമാറുന്നതോടുകൂടി തന്നെ എന്ത് സംഭവിക്കും? നമ്മളുടെ ഓണർഷിപ്പ് നമ്മളിലേക്ക് വരും. എന്നാൽ ഹയർ പർച്ചേസിലും ഇൻസ്റ്റാൾമെന്റിലും അത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓണർഷിപ്പ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ആ പോയിന്റ് ആയിരിക്കണം നിങ്ങൾ ആദ്യം എഴുതേണ്ട പോയിന്റ്. ബാക്കിയുള്ള പോയിന്റുകൾ പിന്നീട് എഴുതിയാൽ മതി. പിന്നീട് അതിന് ശേഷം പഠിക്കാനുള്ളത് അതിന്റെ ജേർണൽ എൻട്രീസ് പഠിക്കാനുണ്ട്. ഹയർ പർച്ചേസിന് ജേർണൽ എൻട്രി പഠിക്കാനുണ്ട്. അത് 5 ജേർണൽ എൻട്രി പ്രധാനമായിട്ടും 6 ജേർണൽ എൻട്രി ആണ് ടെക്സ്റ്റ് മൊത്തം ഉള്ളത്. അതിൽ 5 ജേർണൽ എൻട്രി പഠിക്കാനുണ്ട്. ഇത് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു 4-5 അല്ലെ 5-6 ജേർണൽ എൻട്രികൾ പഠിച്ചിരുന്നാൽ നമുക്ക് അതിന്റെ കണക്കുകൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഹയർ പർച്ചേസിന്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് എടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുന്നു, അതിൽ രജിസ്ട്രേഷൻ നിങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ ചെയ്തൊരു പ്രോബ്ലം നിങ്ങൾ നോക്കുന്നു. നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന പേജുകൾ മറിക്കുമ്പോൾ 2, 3, 4 അക്കൗണ്ടുകൾ, ഇങ്ങനെ കുറെ ജേർണൽ എൻട്രി, ആദ്യം ഒരു ടേബിള്, പിന്നെ കുറെ ജേർണൽ എൻട്രി, പിന്നെ കുറെ അക്കൗണ്ടുകൾ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഒരു സംശയം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഹയർ പർച്ചേസിൽ വരുന്ന സമയത്ത്, ഹയർ പർച്ചേസിന്റെ കണക്കുകൾ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾ ഹയർ പർച്ചേസ് എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട് ഹയർ പർച്ചേസ് എന്താണ്, അല്ലെങ്കിൽ ഹയർ പർച്ചേസിന്റെ മീനിങ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഹയർ പർച്ചേസ് സിസ്റ്റം. ഇതിലേതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇവിടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനി ഒരു കാര്യമെങ്കിലും ഓർത്ത് വെക്കുക. അത്രയും കാര്യങ്ങളെങ്കിലും ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിന് ശേഷം താഴേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ക്യാഷ് പ്രൈസ് എന്താണ്, ഹയർ പർച്ചേസ് പ്രൈസ് എന്താണ്, ഡൗൺ പേയ്മെന്റ് എന്താണ്, ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് പഠിക്കേണ്ട 2-3 കാര്യങ്ങളാണ്. പിന്നീട് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ
ഈ നാലാമത് പറയുന്ന ഈ പോയിന്റ്, അതായത് ഇതിന്റെ ഈ പറയുന്ന ഒരു പോയിന്റ്, ഇതാണ് ഞാന് നിങ്ങളോട് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം. അതായത് ഇതിന്റെ ഓണർ, ടൈറ്റിൽ ഓഫ് ഓർ ദ ഗുഡ്സ്, ടൈറ്റിൽ ഇൻ ദ ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മള് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് തന്നെ പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ അതിനുശേഷം വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ജേർണൽ എൻട്രി ആണ്. ജേർണൽ എൻട്രിക്കകത്ത് നോക്കിയാൽ അറിയാം, അതിനകത്ത് നിങ്ങൾ 4 ജേർണൽ എൻട്രി കാണുന്നുണ്ട്. ഈ 4 ജേർണൽ എൻട്രിക്കകത്ത് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ജേർണൽ എൻട്രി, ഈ പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം, ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ജേർണൽ എൻട്രി, ആദ്യത്തെ ഒരു അസറ്റ് വാങ്ങുന്ന ഒരു വർഷം മാത്രമാണ് ഈ ജേർണൽ എൻട്രി വരിക. പിന്നത്തെ വർഷങ്ങളിൽ ഈ ജേർണൽ എൻട്രി വരില്ല. എന്താന്ന് വെച്ചാൽ ഇത് അസറ്റ് വാങ്ങിക്കുന്നു, അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു, ഒരു ഇനിഷ്യൽ എമൗണ്ട് കൊടുക്കുന്നു. ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പിന്നീട് അടുത്ത വർഷങ്ങളിൽ ഇതിന് ശേഷം പറയുന്ന ഈ 3 ജേർണൽ എൻട്രികൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇവിടെ നോക്കിയാൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നു, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നു. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ഒരു എൻട്രി ഇവിടെ ഉണ്ട്. ഈ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എൻട്രി ഇവിടെ ഉണ്ട്. അത് എഴുതിയാലും തെറ്റൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് നിങ്ങൾ എൻട്രി ഒരുപാടെണ്ണം ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നു, അല്ലെ പ്രോബ്ലം നോക്കുമ്പോൾ കാണുന്നു. പക്ഷേ അവിടെ കാണുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എൻട്രി റിപ്പീറ്റ് ചെയ്താണ് വരിക. അതായത് ഇപ്പോൾ 4 ഇൻസ്റ്റാൾമെന്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ വർഷം നിങ്ങൾ എഴുതുമ്പം നിങ്ങൾ ഈ എൻട്രി എല്ലാം നിങ്ങൾ എഴുതണം. ഈ എൻട്രി എല്ലാം എഴുതണം ആദ്യത്തെ വർഷം, ഫസ്റ്റ് ഇയറിൽ എഴുതുന്ന സമയത്ത്. എന്തുകൊണ്ടാ വെച്ചാൽ അവിടെ അസറ്റ് വാങ്ങുന്നുണ്ട്, ഒരു ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ്, ഇൻസ്റ്റാൾമെന്റ്, ഡിപ്രീസിയേഷൻ, ഇത്രയും സാധനം വരും. എന്നാൽ രണ്ടാമത്തെ വർഷം മുതൽ ഈ പറയുന്ന എല്ലാ ജേർണൽ എൻട്രികളും വരുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഈ കാണുന്ന മൂന്നാമത്തെ ജേർണൽ എൻട്രി തൊട്ട് ബാക്കിയുള്ളത് മാത്രമായിരിക്കും പരീക്ഷയ്ക്ക്, പ്രോബ്ലത്തിൽ ചെയ്യാൻ വരുന്നത്. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് മുതൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ആദ്യത്തെ അസറ്റ് വാങ്ങുന്നതും ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നതുമായ എൻട്രി രണ്ടാമത്തെ വർഷമില്ല. രണ്ടാമത്തെ വർഷം വീണ്ടും അസറ്റ് വാങ്ങുന്നില്ല. ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നുണ്ട്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്, P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ 2ഉം 3ഉം വർഷം. അപ്പോൾ ഈ എൻട്രി റിപ്പീറ്റ് ചെയ്താണ് എഴുതേണ്ടത്. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ ഇതേ എൻട്രി എഴുതാം. നാലാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതേ എൻട്രി തന്നെ ഉപയോഗിക്കാം. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ സൊല്യൂഷൻ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ജേർണൽ എൻട്രി ആയിട്ട് തോന്നുന്നത് ഇതാണ്. ഒരുപാട് എൻട്രി അല്ല, അത് ഈ സെയിം എൻട്രി തന്നെയാണ്, എമൗണ്ട് മാത്രം മാറും. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നീട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് വന്നാൽ, നമ്മൾ പറഞ്ഞ പ്രോബ്ലം ഇതിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോബ്ലം, നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. കണ്ണൻ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ പ്രോബ്ലമാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, കണ്ണൻ എന്ന് പറഞ്ഞ ആള് സുന്ദരം എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് ഒരു അസറ്റ് ഒരു മോട്ടോർ വാൻ വാങ്ങിക്കുന്നു. ജനുവരി 1, 2013 വാങ്ങിക്കുന്നത്. അസറ്റിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്, അസറ്റിന്റെ മൊത്തം വില എന്ന് പറയുന്നത് 3,28,000 രൂപയാണ്. 1 lakh റുപ്പീസ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തു. അതിനുശേഷം 1 lakh എന്ന് പറയുന്നത് 1 lakh എന്ന് പറയുന്ന ആനുവലി 3 വർഷം, അതായത് 3 വർഷത്തേക്ക് കൊടുക്കുകയാണ്. അതായത് 1 lakh എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്നു, ബാക്കിയുള്ളത് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15%, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 25% ആണ്. അക്കൗണ്ട്സുകൾ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ ടേബിൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ കോളംസ് ഒക്കെ ചില വ്യത്യാസം കാണുമായിരിക്കാം. എന്നാലും ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. പിന്നെ അതിന്റെ കോളംസിനകത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം. PDF നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ട് ക്ലാസ് ചെയ്യിച്ചപ്പോഴുള്ള ചില വ്യത്യാസമാണ്. അതിന് തെറ്റൊന്നുമില്ല. അതിനിപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിലെ ഈ ടേബിൾ ചെയ്യാവൂ എന്നൊന്നുമില്ല. ഇന്ന ഫോർമാറ്റ് മാത്രമേ ടേബിൾ ചെയ്യാവൂ, ഇന്ന ഫോർമാറ്റ് ടേബിൾ ചെയ്യരുത് എന്നൊന്നും പ്രത്യേകമായിട്ട് പറയുന്നില്ല. നമുക്ക് ആ ഫോർമാറ്റിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള സാധനമാണ്. എൻട്രി എഴുതാനും കണക്ക് ചെയ്യാനും ഒക്കെ ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. ഇവിടെ ആദ്യം നമ്മൾ ഡൗൺ പേയ്മെന്റ് കാണിക്കുന്നു. മൊത്തം എമൗണ്ട്, അസറ്റിന്റെ വില 3,28,000. ഇൻട്രസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ആദ്യം നടന്ന ഒരു കാര്യം മാത്രമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു 4 ഇൻസ്റ്റാൾമെന്റ് ഉണ്ടോ ഇവിടെ? അങ്ങനെയല്ല. ഇത് ഡൗൺ പേയ്മെന്റ് ആണ് 3,28,000. 1 lakh ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് 1 lakh കുറയുന്നു, 2,28,000 ശരിക്കും ഈ 2,28,000 ഈ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞ് ഇവിടെ തൊട്ട് ഇത് സ്റ്റാർട്ട് ആവുന്നുള്ളൂ.
ഈ 2,28,000 ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 2,28,000 എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഇത് എവിടുന്നാ ഇത് വന്നതെന്ന്. അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ ബാക്കി എമൗണ്ട് അതായത് മൊത്തം 3,28,000 അസറ്റിന്റെ വില. അതിൽ 1,00,000 നമ്മൾ ആദ്യമേ കൊടുത്തു. പോയിട്ട് ബാക്കി 2,28,000 ആണ് കൊടുക്കാനുള്ളത്. അതാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആക്കിയത്. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോളം ഈ ഒരു ലൈൻ ഇങ്ങനെ തന്നത്. അതായത് 3,28,ൽ നിന്ന് 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. പോയിട്ട് ബാക്കി 2,28 ഇൻസ്റ്റാൾമെന്റ് ആക്കിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നേരിട്ട് 2,28 എന്ന് പറഞ്ഞ് ഇവിടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എഴുതിയാൽ ഈ എമൗണ്ട് ഈ ക്വസ്റ്റ്യൻ അതെങ്ങും പറയുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2,28,000 അതിനുശേഷം 34,200 എന്ന് പറയുന്നു. 34,200 2,28,000ന്റെ 15% ചെയ്യുമ്പോൾ നമുക്ക് 34,200 കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ക്യാഷ് വാല്യൂ, അതായത് ഇൻസ്റ്റാൾമെന്റിനകത്തെ ഇൻട്രസ്റ്റിന്റെ പോർഷനും കിട്ടി. അതായത് നമ്മൾ 1,00,000 റുപ്പീസ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് എത്രയാണ്, പലിശ എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടും. 34,200 ആണ്. അതിലെ ക്യാഷ് വാല്യൂ അല്ലെ മുതൽ എന്ന് പറയുന്നത് നമ്മൾക്ക് പറയുന്ന ഒരു ഭാഷ എത്രയാണ്, ആ ഭാഷയിൽ പറയുന്നതാണ് അത് എത്രയാണെന്നുള്ളതാണ് 65,800 എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എത്ര വരും? ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് 2,28,000 നിന്ന് ഈ ക്യാഷ് വാല്യൂ ഇൻട്രസ്റ്റിന്റെ പോർഷൻ കുറയ്ക്കത്തില്ല. ക്യാഷ് വാല്യൂ 65,800 കുറച്ച് ബാക്കിയുള്ളത്. അതാണ് 1,62,200 എന്ന് പറഞ്ഞു വരുന്നത്. ഫസ്റ്റ് അത് കഴിഞ്ഞു. അത് നേരെ അടുത്ത സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലേക്ക് വരുന്നു. 1,62,200 വരുന്നു. അതിന്റെ 15% ഇൻട്രസ്റ്റ്, അതായത് 1,62,200ന്റെ 15% 24,330. സെയിം പ്രോസസ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പം ഈ എമൗണ്ടുകൾ വരുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നോക്കിയാൽ മതി. 24,330. ക്യാഷ് വാല്യൂ എന്ന് പറയുന്നത് 1,00,000 നിന്ന് നമ്മൾ ഇൻസ്റ്റാൾമെന്റിൽ നിന്ന് ഇൻട്രസ്റ്റിന്റെ പോർഷൻ മാറ്റി ബാക്കിയുള്ളത് 75,670 വരുന്നു. ക്ലോസിംഗ് ബാലൻസ് എടുക്കുന്നു. അതായത് 1,62,000 നിന്ന് ക്യാഷ് വാല്യൂ മാത്രം പോയിട്ട് ബാക്കിയുള്ളത്. തേർഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 86,530 രൂപ ഇനി കൊടുക്കാനുള്ളൂ. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് 1,00,000 ആണ്. നമുക്കറിയാം 1,00,000 ആണ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട്. 86,530 നമ്മൾ കൊടുക്കാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. ഈ 86,530യുടെ 15% 13,470 വരും. അപ്പം അത് നമ്മൾ ക്യാഷ് വാല്യൂയുടെ എമൗണ്ട് കാണിക്കുന്നു. 86,530 കാണിക്കുന്നു. പിന്നെ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ അറിയാം. 1,00,000 നിന്ന് 13,470 പോയാൽ 86,530 തന്നെ വരും. ബാക്കി പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഒന്നുമില്ല. ആ ഒരു മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലൂടെ അത് തീരുകയാണ് ചെയ്യുന്നത്. ആ ഒരു അസറ്റിന്റെ എല്ലാ പേയ്മെന്റുകളും നമ്മൾ നടത്തി കഴിഞ്ഞു. ഇതിനുശേഷം ജേണൽ എൻട്രിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ജേണൽ എൻട്രി നമ്മൾ ആദ്യം അസറ്റ് വാങ്ങുന്ന എൻട്രി എഴുതുന്നു. നമ്മൾ ഒന്നാമത്തെ ജേണൽ എൻട്രി എഴുതുന്നു, അസറ്റ് വാങ്ങുന്ന ജേണൽ എൻട്രി. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ജേണൽ എൻട്രി എഴുതുന്നു, അസറ്റ് വാങ്ങിക്കുന്നു. അസറ്റ് അക്കൗണ്ട് ലെറ്റർ അല്ലെങ്കിൽ മോട്ടോർ വാൻ അക്കൗണ്ട് ലെറ്റർ ടു സുന്ദരം, ആരാണോ വാങ്ങിക്കുന്ന ആൾ, അതായത് ആളുടെ പേര് തന്നെ എഴുതണം. വാങ്ങിക്കുന്ന അസറ്റിന്റെ പേര്, ആരാണോ സെല്ലർ അയാളുടെ പേര് എഴുതുക. പിന്നീട് കണ്ണൻ എഴുതുന്ന ജേണൽ എൻട്രീസ് ആണിത്. ആരാണ് പർച്ചേസ് ചെയ്യുന്ന ആൾ, പർച്ചേസറുടെ ബുക്കാണ്, അയാൾ എഴുതുന്ന എൻട്രീസ് ആണ്. രണ്ടാമത്തെ എൻട്രി ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നതിന്റെ എൻട്രി. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങളുണ്ട്. ഈ രണ്ടാമത്തെ വർഷം മുതൽ 2013 ഇത് വാങ്ങുന്നത്. 1/1/2013 വാങ്ങുന്നത്. സെക്കൻഡ് ഇയറിൽ 2014 അല്ലെങ്കിൽ 31/12/2014 അടുത്ത വർഷം രണ്ടാമത്തെ, അതായത് ഇൻസ്റ്റാൾമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം നോക്കിയാൽ അറിയാം എൻട്രീസ് വരുന്നുണ്ടോ. എൻട്രീസ് വരുന്നത് ഇവിടുത്തെ, അതായത് ഈ മേളിൽ പറഞ്ഞ ഈ 2 ജേണൽ എൻട്രികൾ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതില്ല, അതായത് അസറ്റ് വാങ്ങുന്നതും ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നതുമായ 2 ജേണൽ എൻട്രി ഇവിടെ ഇല്ല. ബാക്കിയുള്ള എൻട്രികൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുണ്ട്, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് താഴോട്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇല്ലേ, താഴോട്ട് അതെല്ലാം ആ എൻട്രികൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും അത് തന്നെയാണ്. പി ആൻഡ് എൽ വരെയുള്ള ജേണൽ എൻട്രി റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത വർഷം അത് തന്നെ സെയിം എൻട്രികൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. 3 വർഷം 3 ഇൻസ്റ്റാൾമെന്റ് ഉണ്ടായിരുന്നു. 3 വർഷവും ഈ എൻട്രികൾ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ രീതിയിലാണ് വരുന്നത്. അതിനുശേഷം അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷവും അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. അതായത് 2013 അസറ്റ് അക്കൗണ്ട് ലെറ്റർ ടു മോട്ടോർ വാൻ അസറ്റ് അക്കൗണ്ട് ലെറ്റർ ടു സുന്ദരം, അതാണ് ജേണൽ എൻട്രി. അത് എഴുതുന്നു. ആ വർഷത്തേക്ക് അപ്പോൾ ജേണൽ എൻട്രി നോക്കി മാത്രം പോസ്റ്റ് ചെയ്യുക. ജേണൽ എൻട്രി നോക്കി മാത്രം കാര്യങ്ങൾ എഴുതുക. ഓരോ വർഷത്തെയും പ്രത്യേകമായിട്ട് ക്ലോസ് ചെയ്ത് പോകണം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. ഓരോ വർഷത്തെയും. പിന്നെ മോട്ടോർ വാൻ്റെ അക്കൗണ്ട് സുന്ദരം, ഈ 2 അക്കൗണ്ടുകൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കി. നമുക്കിത് വെച്ചിട്ട് എത്ര അക്കൗണ്ട് വേണമെങ്കിലും എഴുതാം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് സംശയം തോന്നുന്നത്, നിങ്ങൾക്ക് ഈ ജേണൽ എൻട്രി വെച്ചിട്ട് ഈ എൻട്രികളൊക്കെ വെച്ച് നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും എഴുതാം. അതായത് ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ അസറ്റിന്റെ അക്കൗണ്ട് വരയ്ക്കാം. സുന്ദരത്തിന്റെ അക്കൗണ്ട് ചെയ്യാം.
ഇൻട്രസ്റ്റിന്റെ അക്കൗണ്ട് വേണമെങ്കിൽ വരയ്ക്കാം, ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാം, ഡിപ്രീസിയേഷന്റെ അക്കൗണ്ട് വരയ്ക്കാം, പി ആൻഡ് എൽ അക്കൗണ്ട് വരെ വരയ്ക്കാം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കിയാൽ ഇതെല്ലാം വരച്ചിട്ട് ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 2 അക്കൗണ്ടുകൾ വരയ്ക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം അതായത് മോട്ടോർ വാനിന്റേതും സുന്ദരത്തിന്റേതും പ്രധാനപ്പെട്ട 2 അക്കൗണ്ട് വരയ്ക്കുന്നു. ആ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്ത് പോകുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഓരോ വർഷത്തെ പ്രത്യേകം പ്രത്യേകം ബാലൻസ് ചെയ്യും. ഓരോ വർഷത്തെയും ജേണൽ എൻട്രി നോക്കുക, അതെഴുതുക. അതായത് എല്ലാ വർഷവും ഈ അസറ്റിന്റെ ഒരു ഓർത്തിക്കാൻ എളുപ്പം ഒരു കാര്യം കൂടെ. അസറ്റിന്റെ അക്കൗണ്ടിൽ ആദ്യത്തെ വർഷം മാത്രമേ ഇയാളുടെ പേര് വരത്തുള്ളൂ. ആദ്യം ഒരു അസറ്റ് വാങ്ങിക്കുന്നു. അസറ്റ് അക്കൗണ്ട് ലെറ്റർ ടു സുന്ദരം. ആ ഒരു എൻട്രി ഉണ്ട്. ഒന്നാമത് നമ്മൾ എഴുതിയ എൻട്രി. അത് റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ഡിപ്രീസിയേഷൻ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ നോക്കി പിന്നെ കണ്ടില്ലേ. പിന്നെ ഡിപ്രീസിയേഷൻ മാത്രമേ അത് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഡിപ്രീസിയേഷൻ മാത്രമേ പിന്നെ അതിനകത്തുള്ളൂ. അസറ്റുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ വേറൊരു അസറ്റ് വാങ്ങിക്കുന്നില്ല, ഒരു അസറ്റ് വിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ മാത്രമേ അതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നൊരു കാര്യം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ സുന്ദര ഏജൻസി എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ എല്ലാ വർഷവും ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നുണ്ട്, ഇൻട്രസ്റ്റും കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ഡൗൺ പേയ്മെന്റ് കൊടുത്തു, അതുകൊണ്ട് 2 1 ലാക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഒരു 2 1 ലാക്ക് ഉണ്ട്. അത് 2013 1 ഇൻസ്റ്റാൾമെന്റ് ആണ്, 1 ഡൗൺ പേയ്മെന്റ് ആണ്. അടുത്ത വർഷം മുതൽ അതില്ല. എന്ത് മാത്രമേ ഉള്ളൂ, ഇൻസ്റ്റാൾമെന്റ് മാത്രമേ ഉള്ളൂ. നോക്കിയാൽ 1 ലാക്ക് മാത്രമേ ഉള്ളൂ. 1 ലാക്ക് മാത്രമേ വരുള്ളൂ. ഇവിടെ 2 1 ലാക്ക് വന്നിരിക്കുന്നത് തെറ്റിപ്പോയതൊന്നുമല്ല. അത് 2 1 ലാക്ക് എന്ന് പറയുന്നത് 1 ഇൻസ്റ്റാൾമെന്റും 1 ഡൗൺ പേയ്മെന്റുമാണ്. സുന്ദരം കൊടുത്തതാണ്. രണ്ടാമത്തെ വർഷം അയാൾ ഇൻസ്റ്റാൾമെന്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. 1 ലാക്ക് കൊടുത്തു, വീണ്ടും 1 ലാക്ക് കൊടുക്കുന്നു. ഇൻട്രസ്റ്റ് പ്രത്യേകമായിട്ട് കാണിക്കുന്നു. ഇൻട്രസ്റ്റ് നമ്മുടെ ടേബിളിലുണ്ട്, അത് നോക്കി എഴുതിയാൽ മതി. അതിൽ എൻട്രി ഉണ്ട് ഇതിനെല്ലാം. ആ എൻട്രി നോക്കിയാൽ തന്നെ പോസ്റ്റ് ചെയ്താൽ മതി. പ്രധാനമായിട്ട് ഈ 2 അക്കൗണ്ട്. ഇനി ഏറ്റവും കുറഞ്ഞത് ഇത്രയും കാര്യങ്ങളെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ജേണൽ എൻട്രി എഴുതുന്നു, അക്കൗണ്ട് വരയ്ക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം. അതായത് ഒരു കണക്കിനകത്ത് ജേണൽ എൻട്രി ചോദിച്ചില്ല എന്ന് വെക്കുക. നേരിട്ട് അക്കൗണ്ട് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മളത് അക്കൗണ്ട് എഴുതിപ്പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ മാർക്കൊന്നും, അല്ലെങ്കിൽ ജേണൽ എൻട്രി എഴുതിപ്പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ മാർക്കൊന്നും കുറയ്ക്കത്തില്ല. നിങ്ങൾ എൻട്രി എഴുതി തന്നെ കണക്ക് ചെയ്യാൻ ശീലിക്കുക. ഒരു തെറ്റുമില്ല. അതായത് അക്കൗണ്ട് മാത്രമേ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ ജേണൽ എൻട്രി എഴുതിയാൽ എന്താണ് പറ്റുക? തെറ്റിപ്പോകുമോ? അല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കുമോ? അങ്ങനെയൊന്നുമില്ല. ജേണൽ എൻട്രി എഴുതിയിട്ട് അക്കൗണ്ട് വരയ്ക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. 15 മാർക്കിന്റെ പ്രോബ്ലമാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊരു 15 മാർക്കിന്റെ പ്രോബ്ലമാണ്. 15 മാർക്ക് നിസ്സാരമായിട്ട് മേടിക്കാൻ സാധനമേ ഉള്ളൂ. ടേബിൾ ഞാൻ പറഞ്ഞു, ടേബിൾ ആദ്യം വരയ്ക്കുന്നതിന് പ്രത്യേകം ഫോർമാറ്റ് ഒന്നുമില്ല. ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റിപ്പീറ്റഡ് എൻട്രീസ് ആണ് വരുന്നത്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം അസറ്റിന്റെ അക്കൗണ്ടും ഈ പറഞ്ഞ പോലെ ഹയർ വെണ്ടറുടെ അക്കൗണ്ടും ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഇതിനകത്ത് മിക്കവാറും പെട്ട കണക്കുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെയാണ് പൊതുവെ അതിനകത്തുള്ളത്. ബേസിക് ആയിട്ട് ഹെയർ പർച്ചേസിനകത്തുള്ളത്. പിന്നെ ഇതിന്റെ റീപോസിഷൻ വരുന്ന സമയത്ത് ആ ഒരു അസറ്റിന്റെ അക്കൗണ്ടിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അത് അവസാനത്തെ ആ ഒരു ഏത് വർഷമാണോ അവസാനത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ അവിടെ ആയിരിക്കും മിക്കവാറും വരിക. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് പുതുതായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. ബാക്കിയൊക്കെ സെയിം ആയിട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശരി എന്നാൽ. താങ്ക് യു.